നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. ആഗോള കാലാവസ്ഥ ഉച്ചകോടിയായ COP28 മുന്നോട്ട് വച്ച ഹരിത സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി 104 കിലോമീറ്റർ ദൂരം നഗ്നപാതനായി ഓടി ഒരു മലയാളി. ബംഗളൂരുവിൽ താമസക്കാരനായ 34-കാരൻ ആകാശ് നമ്പ്യാരാണ് ദുബായിലെ ലവ് ലേക്ക് മുതൽ ബുർജ് ഖലീഫ വരെ മാരത്തൺ സംഘടിപ്പിച്ചത്. 17 മണിക്കൂറും 20 മിനിറ്റും എടുത്താണ് ആകാശ് ദൂരം പിന്നിട്ടത്. ദുബായിലെ മരുഭൂമികൾ, ബീച്ചുകൾ, നഗരപ്രദേശങ്ങൾ എന്നിവ താണ്ടിയാണ് ആകാശ് ദീർഘദൂര മാരത്തൺ ക്യാമ്പയിൻ പൂർത്തീകരിച്ചത്. ഓട്ടത്തിനിടെ സമാന ചിന്താഗതിയുള്ളവരുമായി സംഭാഷണത്തിലും ഏർപ്പെട്ടിരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് താൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശം പ്രചരിപ്പിക്കാനുള്ള മികച്ച മാർഗമാണിതെന്ന് ആകാശ് പറഞ്ഞു. തിരുവനന്തപുരം സ്വദേശി സംഗമത്തിന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. തരുൺ രത്നാകരൻ പ്രസിഡന്റ്, ജാഫർ ഷെരീഫ് ജനറൽ സെക്രട്ടറി, ഷാഹിൻ ഷാജഹാൻ ട്രഷറർ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ. ഷബീർ സുബൈറുദ്ദീൻ, മൻസൂർ അബ്ദുൽ കലാം, കൃഷ്ണമൂർത്തി, മൗഷ്മി ഷരീഫ് എന്നിവരെയും മീഡിയ കൺവീനറായി ഡൻസൺ ചാക്കോയെയും ജീവകാരുണ്യ കമ്മിറ്റി കൺവീനറായി മുഹമ്മദ് ബിജുവിനെയും തെരഞ്ഞെടുത്തു. കേളി കലാ സാംസ്കാരിക വേദിയുടെ 23-ാം വാർഷികാഘോഷം കേളി ദിനം 2024 ലോഗോ പ്രകാശനം ചെയ്തു. റിയാദ് സുലയിലെ അൽ മുത്തവ പാർക്ക് സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ രക്ഷാധികാരി സെക്രട്ടറി KPM സാദിഖ് പ്രകാശനം നിർവഹിച്ചു. സംഘാടക സമിതി വൈസ് ചെയർമാൻ റഫീഖ് പാലത്ത് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര രക്ഷാധികാരി സമിതി അംഗം സുബ്രഹ്മണ്യൻ, കേളി സെക്രട്ടറി സുരേഷ് കണ്ണപുരം, പ്രസിഡന്റ് സെബിൻ ഇക്ബാൽ, ട്രഷറർ ജോസഫ് ഷാജി, കുടുംബവേദി സെക്രട്ടറി സീബ കൂവോഡ് എന്നിവർ സംസാരിച്ചു. വേൾഡ് മലയാളി കൗൺസിൽ ബഹ്റൈൻ പ്രോവിൻസും ലൈറ്റ് ഓഫ് കൈൻഡ്നസ് ബഹ്റൈനും ചേർന്ന് ദേശീയ ദിനം ആഘോഷിച്ചു. അനുബന്ധിച്ച് നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. സൽമാബാദ് അൽഹിലാൽ ഹോസ്പിറ്റലിൽ നടത്തിയ ക്യാമ്പിൽ വേൾഡ് മലയാളി കൗൺസിൽ ചെയർമാൻ FM ഫൈസൽ സ്വാഗതം പറഞ്ഞു. ലൈറ്റ് ഓഫ് കൈൻഡ്നസ് സാരഥി സെയ്ദ് ഹനീഫ് അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക: news@pravasibharati.com അല്ലെങ്കിൽ pravasibharati.radio@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE ഒമാൻ സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്. നമസ്കാരം.